ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ വീഡിയോസിനെ കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ തരാനാണ് വന്നത്. ഞാൻ വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ ഇന്നലെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ കണ്ടതാണ്. അതായത് നമ്മളുടെ വീഡിയോസ് ആൾക്കാർ എന്തിന് കാണണം, അതായത് വൈ ഷുഡ് ദേ വാച്ച് യുവർ വീഡിയോ എന്നുള്ളത്, എന്താണ് ആൾക്കാർക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് ആവശ്യമാണ് എന്ന് ഞാനൊരു പോയിന്റ് കണ്ടു വൈറ്റി സ്റ്റുഡിയോയിൽ. എനിക്ക് വന്ന ഒരു ഫീഡ്ബാക്കിലാണ് അത് കിടന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി എൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീഡിയോസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കൽ കൂടി അത് ക്ലാരിഫൈ ചെയ്യുകയാണ്. അതായത് ഞാനൊരു ടീച്ചറാണ്. അപ്പോൾ ഞാൻ വളരെ ആലോചിച്ചതിന് ശേഷമാണ് ഇറ്റ്സ് ട്യൂൺസ് ഓഫ് ലൈഫ് എന്ന പേര് ഞാൻ എൻ്റെ വ്ളോഗ്സിന് സജസ്റ്റ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ഈണങ്ങൾ, അല്ലേ, എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ, എനിക്ക് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ട്യൂൺസ് ഓഫ് ലൈഫ് എന്ന പേര് തന്നെ ഞാൻ എൻ്റെ ചാനലിന് കൊടുത്തത്. അതാണ് ആദ്യത്തെ ക്ലാരിഫിക്കേഷൻ. രണ്ടാമത്തേത്, ഞാൻ എൻ്റെ ചാനൽ വഴി ഏറ്റവും പ്രധാനമായി പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ടീച്ചിങ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ നോർത്ത് ഇന്ത്യൻ സ്കൂളുകളിൽ ധാരാളം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. CBSE സ്കൂൾസ്, അവിടെ ഞാൻ ധാരാളം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ജോബ് അന്വേഷിച്ച് പോകുമ്പോൾ ഞാൻ നേരിട്ട പ്രശ്നങ്ങൾ, അത് ഞാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ ടീച്ചിങ് എക്സ്പീരിയൻസ് ഞാൻ പറയുമ്പോൾ, അത് ഒരാൾക്കെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാവുമെങ്കിൽ ഉണ്ടാകട്ടെ എന്ന രീതിയിലാണ് ഞാനത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ യൂട്യൂബ് പോലുള്ള ഒരു ഗ്രേറ്റ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ കഴിയുമെങ്കിൽ, നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷൻ ആവുമെങ്കിൽ ആകട്ടെ എന്ന രീതിയിലാണ് അത് ഞാൻ ഷെയർ ചെയ്തത്. അതെൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. താങ്ക്സ് ഫോർ യൂട്യൂബ് ആൻഡ് ഓൾ യൂട്യൂബ് മെമ്പേഴ്സ്, ഫാമിലി. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞാൻ ഒന്നുകൂടി നന്ദി പറയുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യമായിരിക്കും പ്രധാനമായി ഡിസ്കസ് ചെയ്യുന്നത്. അതിനോടനുബന്ധിച്ച് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ, അതിലെന്തെങ്കിലും മെസ്സേജ് അടങ്ങിയിട്ടുള്ള പാഠ്യഭാഗങ്ങൾ ഞാനിതിൽ ഒരു എക്സ്പ്ലനേഷൻ പോലെയോ അല്ലെങ്കിൽ ഒരു സമ്മറി പോലെയോ ഒരു സ്റ്റോറി പോലെയോ ഒക്കെ പറയാറുണ്ട്. അത് ആരെങ്കിലും ഇൻസ്പയർ ചെയ്യാൻ കഴിയുമെങ്കിൽ ഇൻസ്പിറേഷൻ ആവട്ടെ, അല്ലെങ്കിൽ അത് ആർക്കെങ്കിലും ഒരു മോട്ടിവേഷൻ ആകുന്നുവെങ്കിൽ, ജീവിക്കാൻ മുന്നോട്ടുള്ള ഒരു പ്രേരണയാകുമെങ്കിൽ ആകട്ടെ എന്ന് കരുതിയാണ് ഞാനത് പറയുന്നത്. അതിനോടൊപ്പം തന്നെ എൻ്റെ വീട്ടിൽ ഞാൻ ഭഗവാന്റെ ഓരോ വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ ചെയ്യുന്ന പൂജകളിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ, അതൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. ബിക്കോസ് ഐ എം എ ഡിവോട്ടി, ഞാനൊരു വിശ്വാസിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. എൻ്റെ ലൈഫുമായി എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും. ഫാമിലി എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ഒരു പ്രൈവസി ഉണ്ട്, കുട്ടികൾക്ക് അവരുടേതായ പ്രൈവസി ഉണ്ട്. എന്നാലും എൻ്റെ മോനെയൊക്കെ ഞാൻ ഷോർട്സിലൊക്കെ ചെറിയ രീതിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കുട്ടികളാകുമ്പോൾ അവർക്ക് അവരുടേതായ ഒരു പ്രൈവസി ഉണ്ട്. അതെല്ലാം മാനിച്ചുകൊണ്ട് വേണം നമ്മൾ വ്ളോഗ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ അവരുടെ കാര്യങ്ങളുമായും വരാറുണ്ട്. പിന്നെ എനിക്ക് 2 പെറ്റ്സ് ഉണ്ട്. അതായത് ഒരു പേർഷ്യൻ ക്യാറ്റ് സ്മോക്കി, അതുപോലെ തന്നെ ക്യാൻഡി എൻ്റെ ഡോഗാണ്. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് എനിക്കുള്ളത്. അപ്പോൾ ഇവരുടെ കാര്യങ്ങളുമായി ഞാൻ വരും. ഇനി എൻ്റെ ഫാദറുണ്ട്. ഫാദറിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ മുന്നോട്ട് വരുന്ന വ്ളോഗുകളിലൊക്കെ പങ്കുവയ്ക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട എൻ്റെ വ്ളോഗ്സിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. ഇതാണ്, ഇത്തരം കാര്യങ്ങളായിരിക്കും എൻ്റെ വ്ളോഗ്സിലുള്ളത്. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ വീണ്ടും പറയുകയാണ്, ഇത്തരത്തിലുള്ള വീഡിയോസ് ആയിരിക്കും എൻ്റെ ചാനലിൽ ഉണ്ടാവുക. പിന്നെ ഞാൻ ഇടുന്ന ഷോർട്സിനൊക്കെ ധാരാളം സപ്പോർട്ട് എനിക്ക് കിട്ടാറുണ്ട്. ഞാൻ അതെല്ലാം ആ ഒരു ഇതിലാണ് എടുക്കുന്നത്, ആ ഒരു സെൻസിലാണ് എടുക്കുന്നത്. എല്ലാം പോസിറ്റിവിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എൻ്റെ ഷോർട്സിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നത്. എപ്പോഴെങ്കിലും മാത്രമാണ് ഒരു സാഡ് സോങ് ഒക്കെ ഞാൻ അതിൽ ആഡ് ചെയ്യാറുള്ളത്. അല്ലാത്തപ്പോഴെല്ലാം നല്ല നല്ല സോങ്സ് അതൊക്കെയാണ് ഞാൻ ഇടാൻ ശ്രമിക്കുന്നത്. ടെക്നിക്കാലിറ്റിയുടെ കാര്യത്തിൽ എനിക്ക് കുറേ വീക്ക് പോയിൻറ്റ്സ് ഉണ്ട്. അതായത് ഞാൻ കൂടുതൽ ടെക്നിക്കലി കാര്യങ്ങൾ ചെയ്യാൻ അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ എനിക്കറിയില്ല. അറിയാവുന്ന രീതിയിലൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. എന്നാലും പഠിച്ചു വരുന്നു. ഇനി ബെറ്റർ ആക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. അപ്പോൾ എൻ്റെ ക്ലാരിഫിക്കേഷൻ ഞാൻ തന്നു. ദിവസവും ഓരോ വ്ളോഗ് ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം. ചില കാരണങ്ങൾ കൊണ്ട് ചില ദിവസങ്ങളിൽ കഴിയാതെ പോകുന്നു. ഇനി പതിവായി എല്ലാ ദിവസവും വ്ളോഗ് ഇടാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ എന്നെക്കുറിച്ച് ഞാൻ ക്ലാരിഫൈ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്തുകാരിയാണ്. നെടുമങ്ങാടാണ് എൻ്റെ സ്ഥലം. അപ്പോൾ അതുകൊണ്ടാണ് ട്രിവാൻഡ്രത്തിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ എപ്പോഴും എൻ്റെ ഷോർട്സിലായാലും വീഡിയോസിലായാലും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്.
എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒന്നാണല്ലേ, നമ്മളെല്ലാവരും ഒന്നാണ്, എല്ലാ മനുഷ്യരും ഒന്നാണ്. വി ആർ വൺ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് നമുക്കുള്ളത്. പിന്നെ നമ്മൾ ജനിച്ച സ്ഥലത്തിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ഇഷ്ടം ഉണ്ടാവും എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാനുള്ള മനസ്സ് നമുക്കുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും പറയില്ലേ, പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ എന്ന് പറയുന്ന പോലെയാണ് ഞാനും പറയുന്നത്. കേരളം ഗോഡ്സ് ഓൺ കൺട്രി നമുക്ക് ഏറ്റവും എന്താണ് പ്രിയപ്പെട്ടതാണ് എന്തൊക്കെ പറഞ്ഞാലും. അപ്പോൾ എല്ലാവരും എനിക്ക് തരുന്ന സപ്പോർട്ടിന് വീണ്ടും ഞാൻ താങ്ക്സ് പറയുകയാണ്. അതുപോലെ എൻ്റെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് വെറൈറ്റി എന്നാണ്. കാരണം ഞാൻ ഒരു കാര്യത്തിനെക്കുറിച്ചല്ലല്ലോ പറയുന്നത്, എൻ്റെ ലൈഫുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടീച്ചിങ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. എനിക്ക് വേറെ ചാനൽസ് ഒന്നും തന്നെ ഇല്ല, ഈ ഒരൊറ്റ ചാനലേ ഉള്ളൂ. അപ്പോൾ അതാണ് ഞാൻ പറയാൻ വന്നത്. എല്ലാ ഫ്രണ്ട്സിനും ഒന്നുകൂടി ഞാൻ താങ്ക്സ് പറയുകയാണ്. തുടർന്നും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരടിയായാലും മുന്നോട്ട് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുണ്ടാവുമെന്ന പ്രതീക്ഷയോടെ താങ്ക് യു, ടേക്ക് കെയർ. അടുത്ത വ്ളോഗിലൂടെ കാണാം കേട്ടോ.